ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം നമ്മുടെ ചാനലിലൂടെ ഞാൻ തുടങ്ങിയൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു T10 സീരീസ്. ഈ T10 സീരീസിലെ ഓരോ വീഡിയോയിലും ഓരോ 10 ചോദ്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യും. ഈ 10 ചോദ്യങ്ങൾ എന്നുള്ളത് പോയ വർഷത്തിലൊക്കെ പല ലോ എൻട്രൻസുകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ചോദ്യം എടുക്കുന്നു, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ 3 സെക്കൻഡ് ഞാൻ സമയം തരുന്നു. അതിനുശേഷം ഞാനതിൻ്റെ ആൻസറും പറയും, അത് ഡിസ്കസ് ചെയ്യും. കഴിഞ്ഞ വർഷം ഈ സീരീസ് തുടങ്ങിയ സമയത്ത് എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയായിരുന്നു. നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സിന് അത് ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ വർഷം ഞാൻ എന്ത് ചെയ്യുന്നത്, അത് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഞാൻ 5 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് T10 സീരീസിൻ്റെ പാർട്ട് 6 വീഡിയോ. ഈ T10 സീരീസ് ഞാൻ തുടങ്ങാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ധാരാളം ചോദ്യങ്ങൾ എത്തിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യുക. അതുവഴി നിങ്ങൾ കൂടുതൽ കോമ്പറ്റേറ്റീവ് ആക്കുക. ഈ ഒരു എയിമോട് കൂടിയാണ് ഞാൻ ഈ ഒരു സീരീസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ തമ്പിൽ കേരള ലോ എൻട്രൻസ് എന്നുള്ള രീതി നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ വിചാരിക്കും ഇത് കേരള ലോ എൻട്രൻസ് എന്നുള്ള കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അല്ല, ഇത് ഏതൊരു ലോ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്കും ഹെൽപ്ഫുള്ളാണ്. ബിക്കോസ് ഒട്ടുമിക്ക ലോ എൻട്രൻസുകളുടെയും സിലബസ് ഏകദേശം സെയിമാണ്. ഒരു 90 to 95% സെയിമാണ്. അപ്പോൾ നമുക്ക് T10 സീരീസിൻ്റെ പാർട്ട് 6 വീഡിയോ നമുക്ക് തുടങ്ങാൻ പോകും. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ദ മിനിമം ഏജ് ഫോർ ബിക്കമിങ് എ കാൻഡിഡേറ്റ് ഫോർ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ ഈസ്. കഴിഞ്ഞ വർഷം 5 ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 25 ഇയേഴ്സ്. ഈ ക്വസ്റ്റ്യൻ എന്താ ഉദ്ദേശിക്കുന്നത്? ദ മിനിമം ഏജ് ഫോർ ബിക്കമിങ് എ കാൻഡിഡേറ്റ് ഫോർ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ. ഒരു സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള മിനിമം ഏജ് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞോളൂ ഇല്ലേ, വോട്ടിംഗ് കഴിഞ്ഞ് നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 25 ഇയേഴ്സാണ്. കേരള നിയമസഭയിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ 25 വയസ്സ് മിനിമം ഏജ് ക്രൈറ്റീരിയ മതി. ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്ത് തരാണ്. ഒരു 4 സ്ലാബായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്, ഈ 3 കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റ് ഹോൾഡ് ചെയ്യണമെങ്കിൽ മിനിമം ഏജ് എന്ന് പറയുന്നത് 35 വയസ്സാണ്, 35 ഇയേഴ്സ്. അതുപോലെ തന്നെ മെമ്പർ ഓഫ് രാജ്യസഭ, അതുപോലെ തന്നെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഈ 2 സഭകളിലേക്കുള്ള മെമ്പർ ആവണമെങ്കിലുള്ള മിനിമം ഏജ് ക്രൈറ്റീരിയ പറഞ്ഞാൽ 30 വയസ്സ്, 30 ഇയേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ മെമ്പർ ഓഫ് ലോക്സഭ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ. ഒരു പ്രൈം മിനിസ്റ്റർ ആവാനും ചീഫ് മിനിസ്റ്റർ ആവാനും ലോക്സഭ മെമ്പർ ആവാനും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെമ്പർ ആവാനും മിനിമം ഏജ് എന്ന് പറയുന്നത് 25 ഇയേഴ്സ്. അപ്പോൾ ഒരു ചോദ്യം വരികയാണ്, വാട്ട്സ് എ മിനിമം ഏജ് ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് 25 ഇയേഴ്സ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മെമ്പർ ഓഫ് ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എത്രയാ, അതിന് മിനിമം ഏജ് 21 ഇയേഴ്സ്. അപ്പം 4 സ്ലാബായി പഠിച്ച് 35, 30, 25, 21. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് സ്ലാബ് തിരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇതും കഴിഞ്ഞ വർഷം 5 ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഹൂ ഈസ് ദ കറന്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഓക്കെ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, CP രാധാകൃഷ്ണൻ. ഇനി വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 63. ഓക്കെ. ആർട്ടിക്കിൾ 63 ആണ് വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ. വൈസ് പ്രസിഡന്റ് ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. വൈസ് പ്രസിഡന്റ് 2 ജോലിയുണ്ട്, വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കും, അതുപോലെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. അപ്പോൾ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആരാ? CP രാധാകൃഷ്ണൻ. ഇനി അദ്ദേഹം എത്രാമത്തെ വൈസ് പ്രസിഡന്റ്? 15th വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, 15ാമത്തെ 15th വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓർത്ത് വയ്ക്കുക, 15th വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇനി അദ്ദേഹം ആരെയാണ് റിപ്ലേസ് ചെയ്യുന്നത്? ജഗദീപ് ധൻകർ. ഓപ്ഷൻ സിയിലുണ്ട്, ജഗദീപ് ധൻകർ. ജഗദീപ് ധൻകറിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. The judge of Supreme Court can be removed from office only on the grounds of. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഒരു സുപ്രീം കോടതി ജഡ്ജിനെ
റിമൂവ് ചെയ്യുന്ന ഗ്രൗണ്ട്സ് എന്താണെന്ന് ചോദിക്കുന്നത്, ഈ ക്വസ്റ്റിന് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ഇത് പഠിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു ആർട്ടിക്കിൾ 124. ഒരു ലോ സ്റ്റുഡൻറ്റോ അതുപോലെ ലോ ആസ്പിരൻറ്റോ എന്തായാലും ഓർത്തിരിക്കേണ്ട ഒരു ആർട്ടിക്കിൾ 124 എന്തിനെ പറ്റിയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 124 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ്മെന്റിനും കോൺസ്റ്റിറ്റ്യൂഷനും പറ്റി ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ 124. ഈ ആർട്ടിക്കിൾ 124 124 ക്ലോസ് 4 എന്തിനെ പറ്റി പറയുന്നത്? റിമൂവലിനെ പറ്റി പറയുന്നത്. അതിൽ ഈ റിമൂവലിൽ ഈ ഗ്രൗണ്ട്സിൽ മാത്രമേ റിമൂവ് ചെയ്യുള്ളൂ. പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി, ഈ ഒറ്റ ഗ്രൗണ്ടിൽ മാത്രമാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുള്ളൂ. സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ പേരെന്താ? ഇംപീച്ച്മെന്റ്. ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ? പ്രസിഡന്റാണ്. പ്രസിഡൻഷ്യൽ അപ്പോയിന്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി സുപ്രീം കോടതി ജഡ്ജിന് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ജഡ്ജിമാർക്ക് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസാണ്. ഇനി ചീഫ് ജസ്റ്റിസിന് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? ദ ഓത്ത് ഓഫ് ചീഫ് ജസ്റ്റിസ് ഈസ് അഡ്മിനിസ്ട്രേഡ് ബൈ പ്രസിഡന്റ്. ദ ഓത്ത് ഓഫ് ചീഫ് ജസ്റ്റിസ് ഈസ് അഡ്മിനിസ്ട്രേഡ് ബൈ പ്രസിഡന്റ്. ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം. Which amendment introduced reservation for economically weaker section EWS of citizens? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 103rd അമെൻമെൻറ്റ്. 103rd അമെൻമെൻറ്റ് 2019, അതാണ് വർഷം 2019. ഈ അമെൻമെൻ്റ് ആണ് ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് 10% റിസർവേഷൻ ഫോർ EWS കാറ്റഗറി ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഇനീഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഇൻ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ്. അപ്പോൾ 10% റിസർവേഷൻ ഫോർ EWS കാൻഡിഡേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്, 103rd അമെൻമെൻറ്റ് 2019. ഇനി അതുപോലെ തന്നെ വേറെ 1-2 അമെൻമെൻറ്റ് കൂടെ പഠിക്കണം. 101st അമെൻമെൻറ്റ് 2016. 101st അമെൻമെൻറ്റ് 2016 എന്താണ്? ഇൻട്രൊഡ്യൂസ്ഡ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതുപോലെ തന്നെ 102nd അമെൻമെൻറ്റ്. 102nd അമെൻമെൻറ്റ് എന്താണ് ഇൻട്രൊഡ്യൂസ്? 102nd അമെൻമെൻറ്റ് ഗേവ് അല്ലെങ്കിൽ പ്രൊവൈഡഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. അപ്പോൾ 102nd അമെൻമെൻറ്റ് പ്രൊവൈഡഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു നാഷണൽ കമ്മീഷൻ ഫോർ backward classes, and it inserted, ഈ സെയിം അമെൻമെൻറ്റ് ഇൻസേർട്ടഡ് ആർട്ടിക്കിൾ 338B. ആർട്ടിക്കിൾ 338B ഇൻസേർട്ട് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഏതാ? 102nd അമെൻമെൻറ്റ്. 101st അമെൻമെൻറ്റ് എന്താ? ഇൻട്രൊഡ്യൂസ് GST. 102nd അമെൻമെൻറ്റ് എന്താ? ഗേവ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഫോർ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. അതുപോലെ തന്നെ ഇറ്റ് ഇൻസേർട്ടഡ് ആർട്ടിക്കിൾ 338B. ആർട്ടിക്കിൾ 338B എന്തിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്? ആർട്ടിക്കിൾ 338B ഡീൽസ് വിത്ത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 5th ക്വസ്റ്റ്യൻ. ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് എലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ് ഈസ് ഡിസൈഡഡ് ബൈ ഓപ്ഷൻ എ ഹൈക്കോർട്ട്, ഓപ്ഷൻ ബി സുപ്രീം കോർട്ട്, ഓപ്ഷൻ സി ഇലക്ഷൻ കമ്മീഷൻ, ഓപ്ഷൻ ഡി പ്രസിഡന്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സുപ്രീം കോർട്ടാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഇതിനെപ്പറ്റി ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 71. ഓക്കെ, ആർട്ടിക്കിൾ 71 ആണ് ഇതിനെപ്പറ്റി ഡീൽ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 71 എന്താണ് പറയുന്നത്? ദ ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഡൗട്ട്സ് റിഗാർഡിംഗ് ദ എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഷാൽ ബി ഡിസൈഡഡ് ബൈ സുപ്രീം കോർട്ട് ആൻഡ് ദാറ്റ് വിൽ ബി ഫൈനൽ. അതാണ് ആർട്ടിക്കിൾ 71. അപ്പോൾ മാറ്റേഴ്സ് കൺസേൺഡ് വിത്ത് എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്, അതാണ് ആർട്ടിക്കിൾ 71. ആർട്ടിക്കിൾ 71 ഇത്രയാണ് പറയുന്നത്: ഡൗട്ട്സ് ആൻഡ് ഇഷ്യൂസ് regarding the election of president and vice president shall be decided by Supreme Court and not election commission, and that decision of Supreme Court shall be final. നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നമുക്ക് 6th ക്വസ്റ്റ്യൻ. ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ICJR. ഇത് കഴിഞ്ഞ വർഷം 3 ഇയറിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. ഓർത്ത് വയ്ക്കുക, ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇറ്റ് ഈസ് ദ ജുഡീഷ്യൽ ഓർഗൻ ഓഫ് യുണൈറ്റഡ് നേഷൻ. ആ യുണൈറ്റഡ് നേഷൻസിൻ്റെ കോടതി എന്ന് പറയുന്നത് ഏതാണ്? അത് ICJ ആണ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇതിൻ്റെ സീറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹേഗ്, നെതർലൻഡ്സ്. നെതർലൻഡ്സിൻ്റെ ഹേഗിലാണ് ICJയുടെ ഹെഡ് ക്വാർട്ടർ. ഇനി ICJ ഈസ് ദ പ്രിൻസിപ്പൽ ജുഡീഷ്യൽ ഓർഗൻ ഓഫ് യുണൈറ്റഡ് നേഷൻ. യുണൈറ്റഡ് നേഷൻസിൻ്റെ കോടതി എന്ന് പറയുന്നത് ഏതാണ്? ICJ ആണ്. ഇനി ICJയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ? ICJയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ 15 ജഡ്ജസ്.
അതിൻ്റെ ടോട്ടൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ 15 ജഡ്ജസ് ഇലക്റ്റഡ് ഫോർ എ ടേം ഓഫ് 9 ഇയേഴ്സ്. 15 ജഡ്ജസ് ഇലക്റ്റഡ് ഫോർ എ ടേം ഓഫ് 9 ഇയേഴ്സ്. ഓക്കെ, നമുക്ക് 7ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ വർഷം 3 ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് UN ജനറൽ അസംബ്ലി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. അത് പ്രത്യേകിച്ച് അതിലൊന്നും കൂടുതൽ ആഡപ്പ് ചെയ്യാനില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് 8th ക്വസ്റ്റ്യൻ. ഡാഷ് ബിക്കംസ് ദ ഫസ്റ്റ് കൺട്രി ഇൻ ഏഷ്യ ആൻഡ് സെക്കൻഡ് ഇൻ ദ വേൾഡ് ടു ലോഞ്ച് ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ചൈനയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ചൈന ഈസ് ദ ഫസ്റ്റ് കൺട്രി ഇൻ ഏഷ്യ ആൻഡ് സെക്കൻഡ് കൺട്രി ഇൻ ദ വേൾഡ് ടു ലോഞ്ച് ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ. ഇനി വേൾഡിലെ ഫസ്റ്റ് കൺട്രി ടു ലോഞ്ച് ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ ഏതാ? അത് ജർമ്മനി ഇൻ 2022. ജർമ്മനി ഈസ് ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു ലോഞ്ച് ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ ഇൻ 2022. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 9ാം ചോദ്യം നോക്കാം. നമുക്ക് വേൾഡ് ഹെറിറ്റേജ് ഡേ ഈസ് ആനുവലി ഒബ്സർവ്ഡ് ഓൺ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, April 18 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 10th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ ഈ സെലിബ്രേറ്റഡ് ഓൺ 26. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് April 24 ആണ് ആൻസർ. ഇനിയും പഞ്ചായത്ത് രാജിനെ പറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. 73rd അമെൻമെൻറ്റ് ആൻഡ് 74th അമെൻമെൻറ്റ്. ഓക്കെ, 73rd അമെൻമെൻറ്റ് ഡീൽസ് വിത്ത്, അല്ലെങ്കിൽ 73rd അമെൻമെൻറ്റ് ഗേവ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഓക്കെ, പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുത്ത അമെൻമെൻറ്റ് ഏതാ? 73rd അമെൻമെൻറ്റ്. ഈ 73rd അമെൻമെൻറ്റ് നിലവിൽ വന്ന ദിവസം അത് April 24 ആണ്. അതുകൊണ്ടാണ് ആ ഡേറ്റ്, ആ ഒരു ഡേ നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റഡ്. കുറച്ച് സ്പീഡാണ്, അത് വേണം അല്ലേ? നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കീ ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക, എല്ലാ ഓപ്ഷൻസും വായിക്കുക, എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആക്റ്റീവായിട്ട് ഇത് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ T10 സീരീസിൻ്റെ വീഡിയോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് വെറുതെ കണ്ടുകൊണ്ടിരിക്കാണ്ട് ഒരു നോട്ട് എടുത്ത് കൃത്യമായിട്ട് ആൻസേഴ്സ് എഴുതി പോവുക. ഞാൻ എക്സ്ട്രാ പോയിൻറ്റ്സ് അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പോവുക. വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അത് ചെയ്തിട്ട് സ്കോർ എത്ര കിട്ടി? കമൻറ്റ് ചെയ്യുക. ഔട്ട് ഓഫ് 10 ഇല്ലേ? ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വെച്ച്, തെറ്റിക്കഴിഞ്ഞാൽ -1. അങ്ങനെ നിങ്ങളുടെ ഔട്ട് ഓഫ് 10 നിങ്ങളുടെ സ്കോർ നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് ചെറിയൊരു പണിയും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. അതൊരു നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. ഇറ്റ് ഈസ് ആൻ എക്സസൈസ് ഫോർ യു. ഒരു ചോദ്യം നിങ്ങൾക്ക് തരികയാണ്, നിങ്ങളുടെ വർക്കാണ്. ഇതിൻ്റെ ആൻസർ ഞാൻ എൻ്റെ ഇതിൽ പറയാൻ പോകുന്നില്ല, നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയുന്നവർ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോ, ഇല്ലെങ്കിൽ ഇത് കണ്ടെത്തി പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ പാർട്ട് 7 വീഡിയോയിൽ അടുത്ത സീരീസ്, അടുത്ത T10 അടുത്ത വീഡിയോ വരുമ്പോൾ ഞാൻ അതിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. സോ അറിയുന്നവർ കമൻറ്റ് ചെയ്തോ, അറിയാത്തവർ കണ്ടെത്തി പഠിക്കും. ദ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. ഓപ്ഷൻ എ നിതിൻ മധുക്കാർ ജംദാർ, ഓപ്ഷൻ ബി സൗമിൻ സെൻ, ഓപ്ഷൻ സി എസ് മണികുമാർ, ഓപ്ഷൻ ഡി ഋഷികാശ് റോയ്. സോ കണ്ടുപിടിക്കുക, പഠിക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. T10 സീരീസിൻ്റെ പാർട്ട് 6 വീഡിയോ കഴിഞ്ഞു. ഇനി പാർട്ട് 7 വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഫോളോ അപ്പ് ചെയ്ത് പോവുക, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു പോവുക. സോ ഈ കണ്ടന്റ് ഹെൽപ്ഫുള്ളായി ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഗൈസ്, താങ്ക് യു.